പ്രിന്റു, ഇങ്ങനെ അച്ഛന്മാർക്ക് ഇങ്ങനെ പരാതി പറയാനുണ്ട്, അമ്മമാർക്ക് പരാതി പറയാനുണ്ട്. നോക്കൂ, അവരുടെ വിഷമം, വേദന ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തീരുന്നില്ല. മാത്രമല്ല, ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ ദയനീയമായിട്ടുള്ള പരാജയം ഞാൻ നേരത്തെ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കേണ്ടത്. കാരണം ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് വിധേയമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത്. പക്ഷേ മുഖ്യമന്ത്രി അനങ്ങുന്നില്ല. ഇതിൽ നിന്നൊക്കെ എന്താണ് വായിച്ചെടുക്കേണ്ടത്? പ്രിന്റു, പെട്ടെന്ന് മറുപടി പറയുക. തീർച്ചയായും ആയിരക്കണക്കിന് യുവാക്കളാണ് ഇതുപോലെ അംഗവൈകല്യം, പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ കേട്ടുകൊണ്ട് അംഗവൈകല്യം നേരിട്ടുകൊണ്ട് ഈ കേരളത്തിലെ പല വീടുകളും ജീവച്ഛവമായിട്ട് നിൽക്കുന്നത്. സത്യത്തിൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹമാണ് അപ്രഖ്യാപിതമായിട്ടുള്ള DGP ചമഞ്ഞുകൊണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. നേരത്തെ ജയചന്ദ്രൻ സാർ പറഞ്ഞു, ഈ കേരളത്തിൽ 1060 പേരെ ക്രിമിനലുകളെ റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു 101 പേരെ പിരിച്ചുവിട്ടെന്നാണ്. ഞാൻ ആധികാരികമായിട്ട് കണക്ക് പരിശോധിച്ചപ്പോൾ 18 പേരെ മാത്രമാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. അതോടൊപ്പം 691 പേരെ പിരിച്ചുവിടാൻ വേണ്ടി, അതായത് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള 691 പേരെ പിരിച്ചുവിടണമെന്ന് കൃത്യമായിട്ടുള്ള ശുപാർശയുണ്ടായിട്ടും അവർക്കെതിരെ ചെറു വിരൽ അനക്കാൻ പോലും ഈ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ നോക്കി, ഇവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളും വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകളായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. കോഴിക്കോട് മാമുക്കോയ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു ലീഗുകാരനാണ്. അദ്ദേഹത്തിനെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോൾ തിരുവനന്തപുരത്തെ SP സുദർശൻ. ഈ സുദർശൻ തന്നെ ഒരു 7 വർഷങ്ങൾക്കപ്പുറത്ത് വളരെ മൃഗീയമായിട്ട് ABVPയുടെ 2 പ്രവർത്തകന്മാരെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനകത്തിട്ട് വളരെ മൃഗീയമായിട്ട് അദ്ദേഹം മർദ്ദിച്ചു. അതിന്റെ പേരിൽ ഇന്നും ഭയങ്കര ശാരീരിക ആവശ്യകത നേരിടുന്ന വ്യക്തികളുണ്ട്. അതിലൊരു വ്യക്തി ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള K. ഷിജിലാണ്. മറ്റൊരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു സജിത്താണ്. ഇവർ രണ്ടുപേരും നിയമപോരാട്ടം ഈ സുദർശനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നും സുദർശനെതിരെ ഇയാൾ കൊടും ക്രിമിനലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെറു വിരലനക്കാൻ പോലും സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല. പണ്ടൊക്കെ CPM ഗുണ്ടകൾ കൊണ്ടാണ് കാര്യങ്ങൾ നേടുന്നതെങ്കിൽ ഇവർ പോലീസിലെ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേരളത്തിന്റെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് നോക്കുക, ഇവരുടെ ഈ പോലീസിന്റെ ശൂര്യതയൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോ ശബരിമല പ്രക്ഷോഭ സമയത്ത് എത്രമാത്രം ഹീനമായിട്ടാണെന്ന് അയ്യപ്പ ഭക്തരോട് ഈ പോലീസ് സംവിധാനങ്ങൾ പെരുമാറിയിട്ടുള്ളത്. നമ്മളന്ന് കണ്ടതാണ്. ഈ പോലീസ് എത്രത്തോളമാണ് അന്ന് പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി എത്ര മൃഗീയമായിട്ടാണ് പോരാടിയത്. രണ്ടാമത് ഈ ഗവർണർക്കെതിരെ SFIക്കാരുടെ സമരം നടന്നു. അന്ന് ഗവർണറെ തെരുവിലേക്ക് SFIക്കാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ഇവരുടെ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കായിരുന്നു. ഈ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വിവിധ പാർട്ടികൾ നടക്കുന്ന സമയത്ത്, അത് മുഖ്യമന്ത്രിക്കെതിരെയാകുന്ന സമയത്ത് DYFIക്കാർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ നോക്കുക, IASകാരൻ IPSകാരൻ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കോൺസ്റ്റബിൾ വരെയുള്ള ആളുകൾ 25% ക്രിമിനൽ വൽക്കരിച്ചു കഴിഞ്ഞു കേരളത്തിൽ. അവരിൽ നിന്ന് പൊതുസമൂഹത്തിന് യാതൊരു വിധത്തിലും നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെയാണ് ഞാൻ ഇടപെടുകയാണ്. ശ്രീ വിനു കിരിയത്ത, തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഉരുട്ടിക്കൊന്ന ഉദയകുമാർ, അല്ലേ? ഉദയകുമാറിനെ കൊന്ന പോലീസുകാരെല്ലാം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, ഊരിപ്പോയിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ നിരവധി ആരോപണങ്ങൾ, കേസുകളൊക്കെ വരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നു. അതിൻ്റെ ഹുങ്ക് തന്നെയല്ലേ അവർക്ക് കാണിക്കുന്നത്. എത്ര അടിച്ചാലും, എത്ര തല്ലിയാലും, കണ്ണടിച്ച് പൊട്ടിച്ചാലും, പുറമടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാലും ഞങ്ങളെ നമ്മുടെ രാഷ്ട്രീയ പ്രഭുക്കന്മാർ സംരക്ഷിച്ചുകൊള്ളും എന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഈ ക്രൂരകൃത്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? പെട്ടെന്ന് ഉദയകുമാറിന്റെ അമ്മ പറഞ്ഞത് എന്നെയും കൂടെ കൊന്നുകൂടെ എന്നാണ് ചോദിച്ചത്. ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു, ഈ വിഷ്വൽസ് വന്നതോടുകൂടി ആഭ്യന്തര വകുപ്പിന്റെ ഇമേജിനെ ചെറുതായിട്ട് ബാധിച്ചു എന്ന്. ഇന്നൊരൊറ്റ രാത്രി മാത്രം മതി ആ ഇമേജ് മാറ്റിയെടുക്കാൻ. ഇത്രയും പേരെ സർവീസിൽ നിന്ന് പുറത്ത് ആക്കി കഴിഞ്ഞാൽ ഇമേജ് തീർച്ചയായിട്ടും ജനങ്ങൾ കൈയടിക്കും, ഇല്ലേ? ഇവിടെ ഒരു കാര്യമുണ്ട്. K. സുധാകരൻ അദ്ദേഹം പറഞ്ഞല്ലോ, VD സതീശൻ പോയി സദ്യ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ശ്രീനിവാസന്റെ അഴകിയ രാവണനിലെ ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ കല്യാണം, അവിടെ പാല് കാച്ചെന്ന് പറഞ്ഞ പോലെയാണ്. ഇതൊക്കെ വെറും ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് കാണിക്കാതെ നിങ്ങൾ ആ ചെറുപ്പക്കാരന് വേണ്ടി അവസാനം വരെ നിൽക്കണം. 2 ചെറുപ്പക്കാർ ഇപ്പോൾ ഈ ചാനലിൽ തന്നെ വന്നു. ഒരാൾക്ക് ഇനി ആജീവനാന്തം കാണാൻ പറ്റില്ല, മറ്റൊരാൾക്ക് ആജീവനാന്തം കാഴ്ചശക്തി ഉണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ മനസാക്ഷിയില്ലേ? തീർച്ചയായിട്ടും ഇതിന് അതിശക്തമായിട്ട് ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടി എടുക്കുന്നത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ. കാരണം ജനം അത്രയും രോക്ഷം കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീ ജയചന്ദ്രനെ പോലെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. അവനവൻ്റെ ആൾക്കാർക്ക് വരുമ്പോഴേ ഇതിൻ്റെ വേദന അറിയുള്ളൂ, അല്ലേ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജയിലിൽ കിടന്നതും അടികൊണ്ടതും ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇതിനൊരു നടപടി എടുക്കുന്നത് തന്നെയാണ് ജനം ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ എന്തായാലും മധുബാബു ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അത് ആസൂത്രിതമാണ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ
പരാതികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പരാതികളിൽ അന്വേഷണം നടത്തുന്നത് പോലീസുകാർ തന്നെയാണ്. കാക്കിയിട്ട വർഗത്തിൻ്റെ കൂട്ടായ്മയിലും സൗഹൃദത്തിലും പെട്ട അന്വേഷണത്തിൽ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ഒരു വഴിക്ക് പരാതിക്കാരെ വിരട്ടും, കൂടുതൽ കേസുകളിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തും. അന്വേഷണത്തിൽ അതിക്രമം സ്ഥിരീകരിച്ച് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്താലും രാഷ്ട്രീയ സ്വാധീനത്താൽ അത് അട്ടിമറിക്കപ്പെടും. ഇപ്പോഴും ആഭ്യന്തര വകുപ്പാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഈ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, സേനയിൽ നിന്ന് ഇവരെ പുറത്താക്കുകയാണ് വേണ്ടത്.